ഹലോ, ക്ഷീണിച്ച് പണ്ടാരടങ്ങി ബാഗൊക്കെ കൊണ്ടിറങ്ങി എന്താ ഇങ്ങനെ നിൽക്കണമെന്നല്ലേ? സ്കൂളിൽ പോയിട്ടുള്ള വരവാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസത്തിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം കിട്ടിയ ബർത്ത്ഡേ മുട്ടായി എല്ലാം കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഒരു മാസം എനിക്ക് എങ്ങനെ പോയാലും ഒരു 100-ലധികം മുട്ടായി കിട്ടും. അതെല്ലാം കൂടി കഴിച്ചാൽ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന ഞാൻ ഡ്രമ്മ് പോലെയാവും. അതുകൊണ്ട് തന്നെ ഞാൻ ആ മുട്ടായി കഴിക്കാറില്ല. പകരം ആ മുട്ടായികളെല്ലാം കളക്ട് ചെയ്ത് വെക്കും. എൻ്റെ ഈ മിഠായിയും കാത്ത് നാട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്, എൻ്റെ അനിയത്തിയുടെ മോള്. ഞാൻ ചെല്ലുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത്രയും മിഠായികളായിട്ടാണ് ഞാൻ പോകുന്നത്. 3-4 മാസം ആകുമ്പോൾ അത് 300-400 മിഠായികളൊക്കെ ആവും. മിഠായി കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. എന്തുമാത്രം മിഠായിയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതെന്ന്. ആദ്യത്തെ കുറേ മാസങ്ങളിൽ ഞാൻ കഴിക്കായിരുന്നു. കിട്ടുമ്പോൾ ഉടനെ അത് പൊളിച്ചങ്ങ് വായിലിടും. പിന്നെ കളക്ട് ചെയ്താൽ തുടങ്ങിയതിന് ശേഷം എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അത്രത്തോളം മിഠായികളാണ് കഴിക്കുന്നത്. എൻ്റെ മാത്രമല്ല, പല ടീച്ചേഴ്സിൻ്റെ അവസ്ഥ ഇതാണ്. അവർ അറിയാറില്ല എത്രമാത്രം മിഠായി കഴിക്കുന്നുണ്ടെന്ന്. ഇതിൻ്റെ ഒരു മാസത്തെ മിഠായിയാണ്. 82 മിഠായി ഉണ്ടായിരുന്നു ഈ മാസം. പിന്നീട് ഒരുപാട് അവധിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഉറപ്പായിട്ട് 100-ന് മുകളിൽ പോകും. ഇത് വലിയ വില കൂടിയ മിഠായികളൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ പണ്ടുണ്ടായിരുന്ന മിഠായികളാണ് ഇവിടെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എത്ര വലിയ ചോക്ലേറ്റ് മേടിച്ചു കൊടുത്താലും പാറു അന്വേഷിക്കുന്ന ഈ മിഠായി ആയിരിക്കും. അപ്പോൾ പാറിന് കൊടുക്കുന്ന വീഡിയോ അന്ന് ഞാൻ നാട്ടിൽ പോകുമ്പോൾ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും